വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ്സ്. ഇന്ന് ഒന്ന് ഫങ്ഷനൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരു ക്വിക്കായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. ഫങ്ഷന് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ആദ്യം വിചാരിച്ച് സാരി കൊടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ചൂടാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, പകലൊന്നും മഴ പെയ്തിട്ടില്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് മാല കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓരോ ഫങ്ഷൻസിന് സാരിയിലൊക്കെ ഇടുന്ന, മെയിനായിട്ട് ഞാൻ സാരിയാണ് ഉടുക്കുന്നത് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ. സൽവാർ വളരെ കുറവാണ് ഞാൻ ഉടുക്കുന്നത് പാർട്ടിയിലൊക്കെ. അപ്പോൾ സാരിയിൽ ഉടുക്കുന്ന എൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മെയിനായിട്ടെല്ലാം മേടിക്കുന്നത് ഇവിടെ ലോക്കലി അവൈലബിൾ ഉള്ള ഷോപ്പിൽ തന്നെ മേടിക്കുന്നത്. ഞാൻ ഓൺലൈൻ പർച്ചേസസ് വളരെ കുറവാണ്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ ഓൺലൈൻ പർച്ചേസ് വരും 2-3 കാണുള്ളൂ. ബാക്കി എല്ലാം ഞാൻ ഇവിടെ അടുത്തുള്ള ഗുഡ്വില്ലും പിന്നെ കല്ലറക്കല്ലും ഇവിടെയൊക്കെ പോയാണ് ഞാൻ മേടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മാല കളക്ഷൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് മെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത് വാങ്ങുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ശോഭാസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്, ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. ഈ ഒരു കമ്മലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു ചോക്കർ ഒരു ബ്ലാക്ക് മെറ്റലിൽ വരുന്നതാണ്. ഈ രണ്ട് സാധനങ്ങളും ഞാൻ ഇവിടെ ഇതും പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഈ വളയും, ഇത്രയും സെറ്റ് ഞാൻ ഈ ബ്ലാക്ക് മെറ്റൽ ഇത്രയും സെറ്റ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ ശോഭാസ് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിലൊരു ഷോപ്പുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവർക്ക് മാലക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ഷോപ്പാണ്. ബാംഗിൾസിലാണെങ്കിൽ വേറെ സെപ്പറേറ്റ് ഷോപ്പ്. അങ്ങനെ കുറേ എനിക്കൊരു 4 എങ്ങാണ്ടുണ്ട് അവർക്ക് അടുപ്പിച്ച് തന്നെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു സെറ്റ്, എല്ലാം സെപ്പറേറ്റ് ആയി, ഒന്നും സെറ്റല്ല. ഇത് വേറെയാണ്. ഇതിന് കമ്മലില്ലായിരുന്നു, മാല മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കമ്മൽ എടുത്തത്. പിന്നെ അതിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഈ ഒരു വള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനത്തിന് വെറും 300 റുപ്പീസ് എനിക്ക് ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം നമുക്ക് സൽവാറിൻ്റെ ഒപ്പമൊക്കെ ഇടാൻ പറ്റും, ഈ ഒരു ബ്ലാക്ക് മെറ്റൽ കളക്ഷൻ. ഇനി അടുത്തത് ബ്ലാക്ക് മെറ്റൽ തന്നെ വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കലൂർ മാതൃഭൂമി ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു കുഞ്ഞൊരു ലേഡീസ് സ്റ്റോഴ്സ് ഉണ്ട്. അടുപ്പിച്ച് 2-3 അതിലൊരു ലേഡീസ് സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ഈ ഒരു കമ്മലും അതിന് മാച്ചിങ് ആയിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലെ വളയും എടുത്തത്. ഞാൻ എല്ലാത്തിനും മാല ഇടാറില്ല. ചിലപ്പോൾ ഇപ്പോൾ കമ്മലും വളയും മാത്രം ഇടും, ചിലപ്പോൾ വളയും മാലയും മാത്രമായിട്ടിടും. ഈ കമ്മലും ഈ വളയും ഇത് അത്യാവശ്യം റേറ്റ് ആയിട്ടോ. ഈ വളക്ക് ഈ ഒരെണ്ണത്തിന് തന്നെ 200 ആയി എനിക്ക്. ഈ വളയുടെ ഈ ഒരു ബ്ലാക്ക് സ്റ്റോണുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ് ഈ കമ്മൽ ഒരു 150 റുപ്പീസിനാണ് ഞാൻ എടുത്തത്. നല്ല രസമായിട്ട് ഇത് ഇട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. ഇത് ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഈ ഒരു കമ്മലിടുമ്പോൾ കണ്ടോ, ഭയങ്കര രസമാണ്. എല്ലാം ഇപ്പം നമുക്കൊരു ഓഫീസിൽ ഇപ്പോൾ ഒരു കാഷ്വൽ ഡേയ്സ് ഒക്കെ അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ വല്ല നമ്മളൊരു സാരിയും കാര്യങ്ങളൊക്കെ ഇടുന്ന ദിവസങ്ങളൊക്കെ ഇടാൻ പറ്റിയ കമ്മലാണ്. ഒരുപാട് ഹെവി ലുക്കും ഇല്ല, എന്നാൽ ഒരുപാട് സിമ്പിൾ ലുക്കായിട്ട് തോന്നുന്ന ഒരു മിനിമൽ ലുക്കിൽ തോന്നുന്ന ഒരു കമ്മലും പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ ബാംഗിൾസ്. അടുത്ത വരുന്നതാണ് ഈ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ 3 ലെയർ ആയിട്ടുള്ള ജുംക്ക സെറ്റ്. അറിയാലോ, നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള കമ്മലിൻ്റെ ഒപ്പം നമ്മൾ ആരും മാലയൊന്നും ഇടില്ല, വളയെ പെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ പെയർ ഓഫ് ബ്ലാക്ക് മെറ്റൽ ജുംക്ക ഞാൻ വാങ്ങിച്ചത് നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിലെ ഉർവശി എന്നാണ് മേടിച്ചത്. ഇത് 250 റുപ്പീസിനായിട്ട് ഇതൊക്കെ ഞാൻ മേടിച്ചത് അവിടെ നിന്ന്. അങ്ങനെ തന്നെ ഈ ഒരു വള, അറിയാലോ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു വളയാണിത്. ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വള. ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റുന്ന വളയാണ് ഈ വള. ഞാനൊരു അമ്പലത്തിലെ ഉത്സവത്തിന് മേടിച്ചാത്ത ഈ ഒരു വള. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്തത് എനിക്ക് ഒരു തവണ ഞാൻ സിൽവർ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഈ സിൽവറിൻ്റെ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടം. കമ്മലെല്ലാം ഇഷ്ടമാണ്, സിൽവർ കൂടുതൽ കുട്ടി സാധനത്തൊക്കെയാണ് എനിക്ക് സിൽവർ ജുമുക്ക മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മേടിച്ച ഒരു പെയർ ഓഫ് സിൽവർ ജുമുക്കയാണിത്. സിൽവർ കളറിൽ ഇത് മറ്റേ കാത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവിസിബിൾ മാട്ടി.
ഇത് സിൽവർ ആട്ടോ, നല്ല ഡ്രസ്സിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് അത്യാവശ്യം നമുക്ക് ട്രഡീഷണൽ സാരീസിൻ്റെ ഒപ്പമൊക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, ഇത് നല്ല റേറ്റ്, ഇത് 1500 എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് സിൽവർ, പ്യുവർ സിൽവർ ആയതുകൊണ്ട് കനനുസരിച്ച്. അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാത്തിനും ഞാനൊരു ബ്ലാക്ക് മെറ്റൽ, വൈറ്റ് മെറ്റൽ, സിൽവർ ആ ഒരു ടൈപ്പിലുള്ള ഓർണമെൻറ്റ്സ് ആട്ടോ ഞാൻ ഫസ്റ്റ് കട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അടുത്തതാണ് ഈ ഒരു എമറാൾഡ് സെറ്റ്, ഈ ഒരു വൈറ്റ് മെറ്റലിലെ ഈ എമറാൾഡ് സെറ്റ്. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ബ്ലാക്ക് കളറിലൊരു സെറാമിക് കോട്ടിങ്ങും പിന്നെ ഒരു വൈറ്റ് സ്റ്റോൺ, പിന്നെ വലിയൊരു ഗ്രീൻ കളറിലെ എമറാൾഡ് സ്റ്റോൺ. ഇതിൻ്റെ ഒപ്പം ഈ മാലയോടൊപ്പം, ഈ എമറാൾഡ് മാലയോടൊപ്പം പെയർ ചെയ്യാൻ കമ്മലൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു മാല മാത്രമായിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് റേറ്റ്, എൻ്റെ മമ്മിയും എൻ്റെ ഹസ്ബൻഡും കേട്ട് എന്നെ കൊന്നുകളി. അവരെന്നെ പുച്ഛിക്കും, കൊല്ലുമല്ല പുച്ഛിക്കും. ഇതിനൊരു 2500 ആയിട്ടുണ്ട് കേട്ടോ. ഈ സാധനത്തിന് 2500 ആണ് ഈ ഒരു മാലയുടെ വില. അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ, ഈ ഒരു കമ്മൽ മേടിച്ചത്. ചില സമയത്ത് മറന്നു ഞാൻ എന്താ പറയണേന്ന്. അപ്പോൾ ഈ ഒരു മാല, ഇത് അത്രങ്കി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്ന് വാങ്ങിച്ചാട്ടോ ഞാനിത്. ഇതെൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഈ ഒരു കമ്മലും ഈ ഒരു മാലയും. ഓക്കെ, ഈ ഗ്രീൻ കളറിലെ മാലയെ പോലെ തന്നെ എനിക്ക് വേറൊരു ഇങ്ങനത്തെ ഗ്രീൻ കമ്മലിൽ തന്നെ പെയർ ചെയ്യുന്ന എനിക്ക് വേറൊരു ഷുഗർ ബീറ്റ്സിൻ്റെ ഒരു മാലയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മാല, എൻ്റെ ഫേവറേറ്റ് അത് ഇങ്ങനത്തെ ടൈപ്പ്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കും എന്നിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം. എത്ര പോയാലും നമുക്ക് ഈ ഒരു മാലയുടെ ട്രെൻഡ് ഒരിക്കലും പോകില്ല. അത്രയും ഒരു അടിപൊളി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാലയാട്ടോ ഇത്, ഈ ഒരു ഷുഗർ ബീറ്റ്സിൻ്റെ മാല. അതിൻ്റെ ഒപ്പം ഞാൻ ഈ കമ്മൽ തന്നെ ആട്ടോ ഇടാറുള്ളത്. ഇതിന് വേറെ കമ്മലൊന്നും മേടിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഞാനിപ്പോഴും ഇടാറുള്ളത്. ഈ മാലയ്ക്ക് ഞാൻ ഈ കമ്മലാട്ടോ എപ്പോഴും പെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രീൻ കളറിലെ ഷുഗർ ബീറ്റ് പോലെ എനിക്കൊരു പീച്ച് കളറിലെ ഷുഗർ ബീറ്റ് ഉണ്ട് കേട്ടോ. ഇത് എനിക്കൊരു എൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ് അല്ല, എൻഗേജ്മെൻറ്റിന്, കസിൻ ഒരു ക്രിസ്ത്യൻ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഒരു സാരി. എനിക്കൊരു പീച്ച് കളറിലൊരു ക്രഷ്ഡ് സിൽക്ക് സാരീൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീച്ച് കളറിലെ ഷുഗർ ബീറ്റിൻ്റെ മാല മേടിച്ചത്. ഇതിൻ്റെ ഒപ്പം ഞാൻ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീച്ച് കളറിലെ, ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു പീച്ച് കളറിലെ സ്റ്റഡ്, ഈ ഒരു സ്റ്റഡും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാനൊരു പീച്ച് കളറിലെ ഒരു വളയും കൂടിയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഈ ഒരു വള, ഇത് ഇത്രയും സാധനം. ഈ വള, ഈ മാല ഷുഗർ ബീഡിൻ്റെ ഈ ഒരു മാലയും ഈ കമ്മലും ഞാൻ വാങ്ങിച്ചത് ഗുഡ്വിൽ നിന്നാണ്. സെയിം ഈ ഗ്രീൻ കളറിലെ കമ്മലും ഞാൻ ഗുഡ്വിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ വള മാത്രം തൃപ്പൂണിത്തുറയിൽ നിന്നാട്ടോ. തൃപ്പൂണിത്തുറയിൽ പേൾ ഹാർബർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ നമുക്കിപ്പോൾ ഒരു തവണ ഇട്ടിട്ട് ഡാമേജോ എന്തെങ്കിലും വന്നു വെച്ചാൽ കളർ പോയാലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് കളർ പോളിഷൊക്കെ ചെയ്തു തരും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ മാല, വള ആൻഡ് ഈ പെയർ ഓഫ് കമ്മൽ വാങ്ങിച്ചത്. ഇനി അടുത്തത് ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. ഞാൻ പറയില്ല, ഓൺലൈനിൽ നിന്ന് ആകെ ഞാൻ 2-3 മേടിച്ചു. ഇപ്പോൾ കാഞ്ചിയിലാകെ ഞാൻ ഇപ്പോൾ ഒരു സാധനം മാത്രമേ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അതാണ് മറ്റേ ഗ്രീൻ കളറിലെ എമറാൾഡ് സ്റ്റോണിൻ്റെ ആ മാല. പിന്നെ ഈ ഒരു മാല, ഈ ഒരു ചെട്ടിനാട് സ്റ്റൈലുള്ള ഈ മാല കാണാൻ പറ്റുമെന്നുണ്ടോ എന്ന് എനിക്കറിയാം, സൂം ചെയ്താൽ. ഈ ഒരു അഷ്ടലക്ഷ്മിയുടെ ഈ മാലയും കമ്മലും ഞാൻ വാങ്ങിച്ചത്. ഇത് മാല ആക്ച്വലി ഞാൻ എൻ്റെ ഒരു നെയ്ബർ, പുള്ളിക്കാരി ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട് കമ്മലിൻ്റെ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരുടെ പേജിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു 300 റുപ്പീസ്, 350 ആയുള്ളൂ ഈ ഒരു മാലയും ഈ കമ്മലും. അത്യാവശ്യം നല്ല രസം. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴില്ലേ, ഈ സെറ്റുമുണ്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ടൈപ്പ് ഈ ട്രഡീഷണൽ ലുക്കുള്ളത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ സെറ്റുമുണ്ടിൻ്റെ ഒപ്പമൊക്കെ ഇടാൻ പറ്റിയൊരു മാലയൊക്കെ ഉണ്ട്.
നല്ല ഭംഗിയില്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഈ മാല, ഇങ്ങനത്തെ ടൈപ്പൊക്കെ മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒക്കെ വാങ്ങിച്ചതാണ് ഞാൻ ഈ ഒരു മാലയും ഈ ഒരു മാലയും ഈ പെയർ ഓഫ് കമ്മലും. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ്, എല്ലാം എൻ്റെ ഫേവറേറ്റ്, പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യലാട്ടോ എനിക്ക്. ഈ ഒരു മാല, ഈ ഒരു എമറാൾഡിൻ്റെ ഒരു മാല, ഈ ഒരു എമറാൾഡിൻ്റെ ഈ ഒരു സെയിം അഷ്ടലക്ഷ്മിയുടെ ഒരു മാല വിത്ത് എമറാൾഡ് പേളും സ്റ്റോണൊക്കെ ആയിട്ട് ഈ ഒരു മാല. അതിൻ്റെ സെയിം പെയർ ചെയ്യണത് ഒരു കമ്മലും. ഈ 2 കമ്മൽ കണ്ട്. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തിയുടെ മോള് തന്ന കേട്ടോ. എനിക്കിത് ബർത്ത്ഡേക്ക് ഇത് ഞാൻ ഇടാറുണ്ട്. ഇത് അത്യാവശ്യം ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരിയുടെ ഒപ്പം ഇടാൻ പറ്റിയ ഒരു മാലയും കമ്മലാണ്. ഇപ്പം നമ്മൾ ഈ സെറ്റും കൊണ്ടാണെങ്കിലും അതിൻ്റെ ഒപ്പം നല്ല രസമായിരിക്കും. ഇപ്പം ഈ വേറെ ഒന്നും കാണിച്ചു തരാം. എനിക്ക് അറിയാലോ, നമ്മളെ ലേഡീസ് എല്ലാവരും ഇങ്ങനെയാണല്ലോ, നമുക്ക് ഇങ്ങനെ മാലയും കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത്. അടുത്താണ് അഷ്ടലക്ഷ്മിയുടെ വേറൊരു കമ്മൽ. ഇത് വളരെ കോമൺ ആണ്, എല്ലാവരുടെ കയ്യിലുള്ളൊരു കോമൺ. ഈ ഒരു കമ്മൽ സെയിം പേൾ ഹാർബർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാട്ടോ ഞാൻ ഈ കമ്മൽ മേടിച്ച്. ഈ കമ്മലും പിന്നെ ഈ വളയും പിന്നെ അതിൻ്റെ ഒപ്പം തലയിലിടാൻ വേണ്ടി ഈ ഒരു ക്ലിപ്പും എല്ലാം മാച്ചിങ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത്. ഇതെല്ലാം സെപ്പറേറ്റ് കടയിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ പേൾ ഹാർബർ എന്ന് പറഞ്ഞ ഷോപ്പ്, ഇവിടെ തൃപ്പൂണിത്തുറയിൽ. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ എവിടെയാണ് ഷോപ്പിൻ്റെ ഉർവശിന്ന്. ഇത് മമ്മി ഏതൊരു കല്ലറക്കൽ നിന്നാണ് മമ്മി വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ കുറേ കടയിൽ നോക്കി, എനിക്ക് കിട്ടില്ല. എന്നിട്ട് മമ്മി അവിടെ എറണാകുളമിലെ ഒരു കല്ലറിക്കൽ ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പല ഷോപ്പിൽ നിന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ പെയർ ചെയ്തിടുന്ന കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഇങ്ങനത്തെ സാധനം ഒരുപാട് ഹെവി ആയിട്ടുള്ള മാല ഞാൻ ഇടാറ്, വലിയ തിന്നായിട്ടുള്ള എന്തെങ്കിലും മാലയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ അടുത്തത് ഞാൻ ഇങ്ങനെ ഒരു എക്സിബിഷൻ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് ഡെയിലി വെയർ മാലകളാട്ടോ. ഇപ്പോൾ ഈ ഓഫീസിൽ തന്നെ എനിക്ക് യൂണിഫോം ആയതുകൊണ്ട് ഒരുപാട് വലിയ ഗോൾഡിൻ്റെ താലിമാലയൊക്കെ ഇട്ടുണ്ടോ അതൊന്നും അത്രയും ഭംഗിയൊന്നും ആയിരിക്കില്ല. എപ്പോഴും ഓഫീസ് യൂണിഫോമൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മാലകളല്ലേ ഭംഗി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ എക്സിബിഷൻ, നമ്മുടെ ഒബ്രോൺ മോളില്ലേ, അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു മാലയുടെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു 3 മാലകൾ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഈ മൾട്ടി കളറിലുള്ള ഈ ഒരു മാല, ഇതിനൊരു 500 റുപ്പീസായി. പിന്നെ അടുത്തത് ഈ ഒരു ബോൾ ലോക്കറ്റിൻ്റെ ഉള്ളിൽ ഫുൾ സ്റ്റോണൊക്കെ ആയിട്ടുള്ളൊരു ചെയിൻ, ഇതിനൊരു 250 റുപ്പീസ്. പിന്നുള്ളത് ഈ ഒരു ചെയിൻ, മൂൺ സ്റ്റോണിലുള്ള ഈ ഒരു ചെയിൻ, ഇതും ഒരു 300 റുപ്പീസ്. ഇതൊക്കെ ആൻറ്റി ടാർണിഷാണ്, ഒന്നിനും കളറൊന്നും പോലെ. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ഈ ഓൺലൈൻ മേടിക്കണക്കാണെന്നില്ല, ഇങ്ങനെ കടയിലൊക്കെ മേടിക്കാൻ നമുക്ക് ഒത്തിരി നമുക്ക് ഇട്ട് നോക്കാനും കൂടി. അപ്പോൾ ഈ ഓൺലൈനിൽ കാണുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഭംഗിയൊന്നും. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കടയിൽ ഇഷ്ടംപോലെ ആൻറ്റി ടാർണിഷ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒബ്രോൺ മോളിൽ നട്ടം മേടിച്ച് ഇത്രയും മാലയിൽ നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ വളരെ നല്ലതാണ് കേട്ടോ. ഈ താലിമാലയും ഭയങ്കര ഹെവി ആയിട്ടുള്ള താലിമാലയൊക്കെ ഇട്ടിടുമ്പോൾ അത്രയും ഒരു യൂണിഫോം ഡപ്പ് ഇടുമ്പോൾ ഭയങ്കര ഓടായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മാല മേടിച്ചത്. പിന്നെ അങ്ങനെ തന്നെ അഡോർ ബൈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പേജ് ഉണ്ട് ഇൻസ്റ്റയിൽ നിന്ന്. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു പേളിൻ്റെ സിംഗിൾ മാല വാങ്ങിച്ചത്. ഇത് നമ്മൾ ഈ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ, ഇപ്പോൾ ഭയങ്കര ട്രഡീഷണൽ ബംഗാളി ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ ഒരു വലിയ മാലയും പിന്നെ ഒരു കുഞ്ഞൊരു ചോക്കറും കൂടി ഇടുമ്പോൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് കൂടാണ്ട് എൻ്റെ പിള്ളേർക്ക്, എൻ്റെ മൂത്താക്കും അല്ലെങ്കിൽ ഇളയ മോക്കും ഇങ്ങനെ ഡബിൾ ലെയറായിട്ട് ഞാൻ ഇനി ഇടിയിച്ചു കൊടുക്കാറുണ്ട് ഈ മാല. അവർക്ക് അവരുടെ മറ്റേ പട്ടുപാടൊക്കെ ഇടുമ്പോഴൊക്കെ
കമ്മലർക്ക് ഇച്ചിരി വലിയ കമ്മലിട്ട് കൊടുത്ത് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു മാല കഴുത്തിലിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ അഡോർ ബൈ പ്രിയങ്കയിൽ നിന്ന് ഈ ഒരു മാല വാങ്ങിച്ചിട്ട്, ഈ മാല ഒരു 300 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ച വേറൊരു മാല കേട്ടോ. ഇത് ഈ ഒരു ചോക്കർ പോലത്തെ ഈ ഒരു മാല അതുണ്ടോ, ഈ ഒരു മാലയും ഇതിൻ്റെ സെയിം സെറ്റ് കമ്മലും. ഇത് 250 റുപ്പീസ് ആയുള്ളൂ കേട്ടോ ഗുഡ് വില്ല്. ഇത് മേടിച്ച് ഞാൻ എടപ്പള്ളിയിലെ ഗുഡ് വില്ലിനകത്ത്. ഇത് കണ്ട വലിയ ആഡംബരമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു മാല. ഇതേ കണ്ട, ഇത്രയേ ഉള്ളൂ കണ്ട, വളരെ സിമ്പിളായിട്ടുള്ള മാല. അതിൻ്റെ സെയിം പാറ്റേണിനുള്ള കമ്മൽ കണ്ട. ഇനി അടുത്തത് വളരെ പഴയ മാല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 6 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടാവും കേട്ടോ ഈ മാലയുടെ. ഈ മാല ഇത് ഞാൻ എന്തോ ഒരു പരിപാടി വന്നപ്പോൾ ആ സാരിക്ക് മാച്ചായിട്ട് അടുത്ത ഓൺലൈനിൽ മേടിച്ചാണ് ഈ നാഗപട മാല 3 ലെയർ. ഇത് ഒരിടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ പേജ്, അത് അഡോർ ബൈ പ്രിയങ്കയിൽ നിന്ന് മേടിച്ചാണ് ഈ ഒരു മാലയും അതിന് തന്നെ സെയിം പെയർ ചെയ്യാനുള്ള ഈ ഒരു സ്റ്റഡും. ഓക്കെ, ഇതൊരു 450 റേഞ്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ടൊരു ഇൻവിസിബിൾ ലോട്ടസിൻ്റെ മാലയും അതിൻ്റെ സെയിം കമ്മൽ. ഇത് ഞാനിവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് മേടിച്ചാട്ടോ. തൃപ്പൂണിത്തുറ സാറ എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻസ്, അങ്ങനത്തെ ഒരു അമ്പലം അങ്ങനത്തെ ഒരു കട, സാറ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പേട്ടയിലൊരു കടയുണ്ട്. അവിടെ നിന്ന് മേടിച്ചാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇൻവിസിബിൾ ചെയിനും കമ്മലും ലോട്ടസിൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ മാല കളക്ഷൻസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ അടുത്ത പുതിയ വീഡിയോയിലേക്ക് വരാം. Till then, bye.